നമസ്കാരം. പ്രധാന വാർത്തകൾ. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് രാഹുൽ ഗാന്ധി, ഒപ്പം സോണിയാഗാന്ധിയും പ്രിയങ്കയും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇന്ന് ഉച്ചയോടെയാണ് പത്രിക സമർപ്പിച്ചത്. സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവർക്കൊപ്പം റായ്ബറേലിയിലെത്തിയാണ് രാഹുൽ വരണാധികാരിക്ക് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക നൽകിയത്. റായ്ബറേലിയിലെത്തിയ രാഹുലിന് വലിയ സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിന് പുറമെയാണ് രണ്ടാം സീറ്റായി റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. അതേസമയം അമേഠിയിൽ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തൻ കിഷോരിലാൽ ശർമ്മ പത്രിക നൽകി. സുഹൃത്തിനൊപ്പം താമസിച്ച യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് സുഹൃത്തിനൊപ്പം താമസിക്കുകയായിരുന്ന യുവതിയെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കർണാടക ചിക്കമംഗ്ലൂർ സ്വദേശി ഐഷ സുനിതയാണ് മാമ്പറ്റയിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലപ്പുറം അരീക്കോട് സ്വദേശിയും സുഹൃത്തുമായ സത്താറിനൊപ്പമാണ് യുവതി താമസിച്ചിരുന്നത്. സത്താർ ഇന്ന് രാവിലെ ജോലി കഴിഞ്ഞെത്തിയപ്പോഴാണ് ഐഷ സുനിതയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഉടൻ തന്നെ സത്താർ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ട്രെയിനിൽ നിന്നും തെറിച്ചു വീണ യുവതിക്ക് ദാരുണാന്ത്യം. ചെന്നൈ എഗ്മൂർ കൊല്ലം എക്സ്പ്രസ് ട്രെയിനിൽ യാത്ര ചെയ്ത യുവതിയാണ് മരിച്ചത്. വിരുദ്ധാചലത്തിന് സമീപമായിരുന്നു അപകടം. ശുചിമുറിയിലേക്ക് പോയ യുവതി പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ശുചിമുറിയിലേക്ക് നടന്നു പോകവേ ഛർദ്ദിക്കാൻ തോന്നിയ യുവതി വാതിലിനരികിൽ നിന്നും ഛർദ്ദിക്കവേ പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. സംഭവത്തിൽ ദക്ഷിണ റെയിൽവേ അന്വേഷണം ആരംഭിച്ചു. മഹാരാജാസ് കോളേജിൽ KSU പ്രവർത്തകന് നേരെ ആക്രമണം. SFI നേതാവിനെതിരെ കേസ്. എറണാകുളം മഹാരാജാസ് കോളേജിൽ KSU പ്രവർത്തകന് നേരെ SFI ആക്രമണം. 3ാം വർഷ BCom വിദ്യാർത്ഥിയും യൂണിയൻ പ്രതിനിധിയുമായ അഫാമിന് നേരെയാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിൽ SFI നേതാവ് നന്ദകുമാർ അടക്കം 8 SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇന്നലെ രാത്രിയാണ് ഹോസ്റ്റലിന് സമീപത്ത് ചായ കുടിക്കാൻ പോയ KSU പ്രവർത്തകനെ ബൈക്കിലെത്തിയ SFI പ്രവർത്തകർ ക്രൂരമായി ആക്രമിച്ചത്. കത്തികൊണ്ട് മുഖത്ത് പരിക്കേൽപ്പിക്കുകയും ഹോളോബ്രിക്സ് ഉപയോഗിച്ച് ശരീരമാസകലം അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSU പ്രതിനിധിയായി മത്സരിച്ച് വിജയിച്ചത് മുതൽ തന്നോട് SFI പ്രവർത്തകർക്ക് വൈരാഗ്യമുണ്ടായിരുന്നതായാണ് വിദ്യാർത്ഥി പറയുന്നത്. അഫാമിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 8 പേർക്കെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേരള തീരത്ത് റെഡ് അലർട്ട്, അതീവ ജാഗ്രതാ നിർദ്ദേശം. വീണ്ടും കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകാനുള്ള സാധ്യതയെ തുടർന്ന് കേരള തീരത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അതീവ ജാഗ്രത വേണമെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും തീരത്ത് കിടന്ന് ഉറങ്ങരുതെന്നും മുന്നറിയിപ്പുണ്ട്.